ഹലോ ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ ഇച്ചിരി മുത്താറി ഉണ്ടാക്കുക കേട്ടോ. വൈകുന്നേരത്തെ ചായ കുടിക്ക് പകരം ഇച്ചിരി മുത്താറി ഉണ്ടാക്കുക, കുറുക്കുക, കുടിക്കുക. വെറുതെ മുത്താറിയും അരക്കുക, കുടിക്കുക. മധുരവും കാര്യങ്ങളും ഒന്നും ചേർക്കില്ല. ഇതാട്ടോ മുത്താറിയായി. ഇനിയും പണിയുണ്ട് കേട്ടോ. രാത്രിത്തേക്കുള്ള കടി ഉണ്ടാക്കണം. കറി ആയിട്ടുണ്ട്, മുട്ടക്കറി ഉണ്ടാക്കി. അപ്പം ഇനിയിപ്പോൾ കടി ഉണ്ടാക്കണം. അപ്പം മുത്താറി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് ചൂടാറുമ്പോഴത്തേക്ക് പത്തിരിക്ക് മാവാക്കി വെക്കാമല്ലോ. കേട്ടോ, മുത്താറി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. നല്ല ആവി പോവുക. അപ്പോൾ ഇത് ചൂടണിയുമ്പോഴത്തേക്ക് എന്താക്കാം, എനിക്ക് പത്തിരിപ്പൊടി വാട്ടാം. പത്തിരിക്ക് പൊടി വാട്ടുക കേട്ടോ. ഇച്ചിരി പത്തിരി മതി. ഇച്ചിരി പത്തിരിപ്പൊടി ഇട്ടിട്ട് വാട്ടാം. പൊടി അങ്ങ് വീഴുന്നില്ല. ഇച്ചിരി പത്തിരിപ്പൊടി ഇട്ടിട്ട് ഇച്ചിരി സിമ്മാക്കി വെച്ച് അങ്ങ് വാട്ടിയാൽ പത്തിരി ആവുമല്ലോ. അങ്ങനെ പത്തിരീൻ്റെ പൊടി റെഡിയായി കേട്ടോ. പത്തിരീൻ്റെ പൊടി ചൂടാറുമ്പോഴത്തേക്കും മുത്താറി പിടിക്കാം. എന്താ രസം! ഒരു രസമല്ല കേട്ടോ. മധുരവും ഇല്ല, ഉപ്പും ഇല്ല, ഒരു പാലോ തേങ്ങയോ ഒന്നും ചേർത്തില്ലല്ലോ. അപ്പോൾ ഒരു രസമില്ല. അപ്പം രുചി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുടിക്കാം. അടിപൊളി കേട്ടോ. മോങ്ങളോട് വർത്താനം പറഞ്ഞു തന്നിട്ട് ഞാൻ നോക്കുമ്പോൾ എന്തോ ഒരു സ്മെല്ല്, ചിരിവിരിവിരിന്ന് ഒരൊച്ച. നോക്കിയപ്പോൾ പത്തിരീൻ്റെ പൊടി അടിയിൽ പിടിക്കുകയാണ്. ഗ്യാസ് ഓഫാക്കിയിട്ടില്ല. എന്താ കഥ! അടിയിൽ പിടിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. തേക്കും ഭാഗ്യത്തിന് അറിഞ്ഞാൽ നന്നായി, ഇല്ലെങ്കിൽ പിന്നെ രണ്ടാമതും ഉണ്ടാക്കണ്ടേ. മുത്താറി കുടിച്ചതിന് അപ്പം നമുക്കിഞ്ഞൊരു ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഒരു ജ്യൂസാണ് കുടിക്കുക. ഇന്നലെയും പത്തിരി, ഇന്നും പത്തിരിയും കൂടി ആയിരിക്കില്ല. എന്നും പത്തിരിയാണ്. എന്താണെന്നറിയോ, ഞാൻ മക്കളെ കൂട്ടാൻ വേണ്ടി നാട്ടിലേക്ക് പോവുക. അപ്പോൾ വേറെ പൊടികളൊന്നും വാങ്ങി വെച്ചിട്ട് ഇനിയിപ്പോൾ ആശാവണ്ടല്ലോ. പത്തിരീൻ്റെ പാക്കറ്റാണെങ്കിൽ പൊട്ടിക്കുകയും ചെയ്തു. പിന്നെ അത് കഴിയട്ടെ എന്ന് വെച്ചു. അപ്പോൾ അത് കഴിയുന്ന വരെ അത് പത്തിരി ഇപ്പോൾ പോകണ വരെ. നാട്ടിൽ നിന്ന് രാത്രി ഇങ്ങനെ കടി ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ എന്നും ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. ഒറ്റ പുരയിൽ ഞാനും ഉമ്മച്ചി ഇങ്ങനെ അടുക്കളയിലിരുന്ന് കഥയും പറഞ്ഞ് ഒരാൾ ചപ്പാത്തി വരത്തി കൊടുക്കുക, ഒരാൾ ചപ്പാത്തി ചുട്ട് കൊടുക്കുക. വർത്താനം പറഞ്ഞാൽ അങ്ങോട്ട് തീരെ ഇല്ല ഇരിക്കും ഉമ്മച്ചിക്കും. അപ്പോൾ ഉപ്പച്ചി പറയും, തള്ളേൻ്റെയും മക്കളെയും വർത്താനം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഭക്ഷണമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഇരുന്ന് വർത്താനം പറയും. ഞാൻ പത്തിരി മറിച്ചിടാൻ ചട്ടകൊന്നും ഉപയോഗിക്കല്ല കേട്ടോ. ചട്ടകൊക്കെ നമ്മൾ ഈ കരിയാണ്. ഇപ്പം ചൂടൊക്കെയാണ്. കൈ ഭയങ്കര ചൂടൊക്കെയാവും. ചട്ടകത്തിനെക്കാട്ടിലും എളുപ്പത്തിൽ നമുക്ക് കൈ കൊണ്ട് എടുക്കാമല്ലോ. അപ്പം എന്നാൽ ശരി. എല്ലാവരും ഉറങ്ങിക്കോ എന്ന് പറയുന്നില്ല. 8:30 ആയിട്ടുള്ള ആകെ സമയം. നാട്ടിലുള്ളവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. അവിടെ സമയമായല്ലോ. നമ്മളിവിടെ ഉള്ളവരൊന്നും ഉറങ്ങാനായില്ലല്ലോ. ഇവിടെ എല്ലാവർക്കും രാത്രിയാവുക 12 മണിയൊക്കെ ആകുമ്പോഴല്ലേ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളിയാഴ്ച ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഇരിക്കും.